ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് പത്രപ്രവർത്തകനും സ്പോർട്സ് ലേഖകനുമായ ഷഹബാസ് വെള്ളില. പോയ വാരം കായിക ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് യുവേഫ നേഷൻസ് ലീഗ് കിരീടം ആര് സ്വന്തമാക്കും എന്നതായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിനിനെ തോൽപ്പിച്ച് കിരീടമുയർത്തിയപ്പോൾ വിമർശകരെയെല്ലാം നിശബ്ദരാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ നയിച്ച പോർച്ചുഗീസ് സംഘത്തിന് സാധിച്ചു. 21 മിനിറ്റിൽ മാർട്ടിൻ സുബി മെൻഡിയിലൂടെ പോർച്ചുഗലിനെ ഞെട്ടിച്ച് സ്പെയിൻ ലീഡ് നേടി. സ്പെയിനിന്റെ സന്തോഷത്തിന് അധികം ആയുസുണ്ടായില്ല. ന്യൂനോ മെൻഡസിലൂടെ 26 മിനിറ്റിൽ പോർച്ചുഗൽ ഒപ്പമെത്തി. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ മിക്കൽ ഒയാർ സബാലിയിലൂടെ സ്പെയിൻ വീണ്ടും മുന്നിലെത്തി. 61 മിനിറ്റിലാണ് നായകൻ റൊണാൾഡോയുടെ ഗോൾഡൻ ഗോൾ പിറന്നത്. നിശ്ചിത സമയവും അധിക സമയവുമെല്ലാം സമനിലയിലായതോടെ കലാശപ്പോര് ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. സ്പെയിൻ താരം അൽവാരോ മൊറാത്തയുടെ കിക്ക് പോർച്ചുഗൽ കീപ്പർ ഡിയാഗോ കോസ്റ്റ് തടുത്തിട്ടതോടെ കിരീടം പോർച്ചുഗലിന്. ജർമ്മനിയെ 2 ഗോളിന് തോൽപ്പിച്ച ഫ്രാൻസിനാണ് 3ാം സ്ഥാനം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നായകത്വത്തിൽ 2016 പോർച്ചുഗൽ നേടിയ യൂറോ കപ്പ് കിരീടമാണ് രാജ്യത്തെ ആദ്യത്തെ മേജർ ട്രോഫി. 2019 പ്രഥമ യുവേഫ നേഷൻസ് ലീഗും പോർച്ചുഗൽ നേടിയിരുന്നു. മെസ്സിയെയും മറഡോണയെയും നെയ്മറെയും പോലെ ഒന്നും വിലയിരുത്തേണ്ടയാളല്ല ക്രിസ്ത്യാനോ. ജന്മസിദ്ധ കഴിവിൻ്റെ ഒരു മേൽക്കോയ്മയുമില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് അയാൾ. ചെറുപ്പത്തിലെ കാഠിന്യമേറിയ പരിശീലനവും അച്ചടക്കവും ചിട്ടയാർന്ന ജീവിത രീതിയുമെല്ലാം കൊണ്ട് മികച്ച ഒരു ഫുട്ബോളറാവുകയും അത് അത്ര തന്നെ പണിപ്പെട്ട് നിലനിർത്തുകയും ചെയ്യുന്ന അസാമാന്യ പ്രതിഭ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു യഥാർത്ഥ പോരാളിയാണ്. തൻ്റെ ഐതിഹാസിക കരിയറിൻ്റെ അവസാന നാളുകളിൽ എത്തി നിൽക്കുമ്പോഴും 40ാം വയസ്സിലും അയാൾ ഗോളടിക്കുന്നു. അയാളുടെ ടീം കപ്പുയർത്തുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയത് നിലവിലെ ജേതാവായ അൽക്കാരസ് തന്നെയാണ്. ലോക 1-ാം നമ്പർ താരം ഇറ്റലിയുടെ യാനിക് സിന്നറെ തോൽപ്പിച്ചാണ് അൽക്കാരസ് കളിമൺ കോർട്ടിലെ രാജാവാണെന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചത്. ആദ്യ 2 സെറ്റുകൾ കൈവിട്ടതിന് ശേഷമായിരുന്നു താരത്തിൻ്റെ അവിസ്മരണീയമായ തിരിച്ചുവരവ്. സ്പാനിഷ് താരത്തിൻ്റെ 5ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. വനിതാ സിംഗിൾസിൽ അട്ടിമറി ജയം നേടി കൊക്കോ ഗോഫിന് കന്നി കിരീടം സ്വന്തമാക്കാനായി. ടൂർണമെന്റിലെ തന്നെ ഫേവറേറ്റ് താരമായ സബലേങ്ക ആദ്യ സെറ്റ് സ്വന്തമാക്കിയപ്പോൾ ഗോഫിന് ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് വിലയിരുത്തിയവരെ മുഴുവൻ ഞെട്ടിച്ചാണ് 21കാരി വമ്പൻ തിരിച്ചുവരവിലൂടെ തൻ്റെ കന്നി കിരീടത്തിൽ മുത്തമിട്ടത്. ഓരോ സെറ്റ് വീതം സബലേങ്കയും കോക്കോ ഗോഫും നേടിയപ്പോൾ കോക്കോ ഗോഫ് തീ തുപ്പിയ അവസാന സെറ്റിൽ സബലേങ്കയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. 6-4 സെറ്റും ഗെയിമും സ്വന്തമാക്കിയാണ് കോക്കോ ഗോഫ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ കിരീടം ചൂടിയത്. 2023 US ഓപ്പൺ ഫൈനലിലേറ്റ തോൽവിക്ക് പകരം ചോദിക്കാനായി ഇറങ്ങിയ സബലേങ്കയ്ക്ക് പക്ഷേ പാരീസിലും പിഴച്ചു. കോക്കോ ഗോഫിന്റെ മുന്നിൽ മറ്റൊരു ഫൈനൽ തോൽവി. ഗോഫിന്റെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിനിറങ്ങിയ ഇന്ത്യൻ ടീമിന് തോൽവി നേരിടേണ്ടി വന്നു. യോഗ്യതാ റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് സമനില വഴങ്ങിയ ഇന്ത്യയ്ക്ക് 2ാം മത്സരത്തിൽ ഹോങ്കോങ്ങിനോടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഏക ഗോളിനായിരുന്നു തോൽവി. ഗോൾ അവസരങ്ങൾ തുലയ്ക്കുന്നതിൽ മത്സരിച്ച ഇന്ത്യ 2ാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ വഴങ്ങിയ പെനാൽറ്റി ഗോളിലൂടെയാണ് തല താഴ്ത്തിയത്. 2 മത്സരങ്ങളിൽ നിന്നും 1 പോയിന്റ് മാത്രമുള്ള ഇന്ത്യ ഗ്രൂപ്പ് സിയിൽ 4ാം സ്ഥാനത്താണ്. ഇനിയുള്ള 4 മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനൽ റൗണ്ട് പ്രതീക്ഷയുള്ളൂ. തോൽവിയോടെ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ 133ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വെസ്റ്റ് ഇൻഡീസ് താരം നിക്കോളാസ് പൂരാൻ പടിയിറങ്ങി. ഫ്രാഞ്ചൈസി ലീഗുകളിൽ തുടരുമെന്നും താരം
സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തിയ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. 61 ഏകദിനവും 106 2020 മത്സരങ്ങളും കളിച്ച താരം ടീമിന്റെ നായകനുമായിട്ടുണ്ട്. എന്നാൽ താരത്തിന് ഒരിക്കൽ പോലും ടെസ്റ്റ് ടീമിൽ അവസരം ലഭിച്ചില്ല. ഏകദിന ക്രിക്കറ്റിൽ 3 സെഞ്ചുറികളും 11 അർദ്ധ സെഞ്ചുറികളും നേടിയെങ്കിലും പുരാന് സൂപ്പർ താര പരിവേഷം നൽകിയത് 2020യിലെ അതിവേഗ ഇന്നിംഗ്സുകൾ തന്നെയായിരുന്നു. 106 മത്സരങ്ങളിൽ നിന്നായി അദ്ദേഹം 2275 റൺസ് നേടിയിട്ടുണ്ട്. ആരാധകരുടെ ആശങ്കകൾക്ക് വിരാമമിട്ട് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ മുൻ ലോക ചാമ്പ്യന്മാർ ബ്രസീൽ 2026 ലോകകപ്പിന് യോഗ്യത നേടി. പരാഗ്വേയെ 1-0 തോൽപ്പിച്ചാണ് ബ്രസീൽ വിജയം ആഘോഷമാക്കിയത്. റയൽ മാഡ്രിഡ് സൂപ്പർ താരം വിനീസിയൂസ് ജൂനിയർ 44 മിനിറ്റിൽ നേടിയ ഗോളിലായിരുന്നു ബ്രസീൽ ജയം. ലോകകപ്പ് യോഗ്യതയ്ക്കായി തപ്പിത്തടഞ്ഞ ബ്രസീലിന് സൂപ്പർ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ വരവ് ഗുണം ചെയ്തു. നിലവിലെ ലോകകപ്പ് ചാമ്പ്യന്മാരായ അർജന്റീന നേരത്തെ തന്നെ യോഗ്യത ഉറപ്പിച്ചിരുന്നു. അതേസമയം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ചിലി ഇത്തവണയും ലോകകപ്പിനില്ല. രാജ്യാന്തര സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച സെനഗൽ പുതിയ റെക്കോർഡിട്ടു. രാജ്യാന്തര ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമായി സെനഗൽ. 3-1 സെനഗലിന്റെ വിജയം. മത്സരം ആരംഭിച്ച് 7-ാം മിനിറ്റിൽ തന്നെ ഹാരി കെയ്നിലൂടെ ലീഡ് നേടിയ ഇംഗ്ലണ്ട് മത്സരം അനായാസം സ്വന്തമാക്കുമെന്ന് കരുതിയിരിക്കുന്നതിനിടെയാണ് 3 ഗോളുകൾ ഇംഗ്ലണ്ട് വലയിൽ അടിച്ചു കയറ്റി സെനഗൽ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. 40-ാം മിനിറ്റിൽ ഇസ്മയ്യ സാറെയാണ് സമനില ഗോൾ കണ്ടെത്തുന്നത്. ഹബീബ് ഡിയാറെ, ഷെയ്ഖ് സബാലെ എന്നിവരും ലക്ഷ്യം കണ്ടതോടെ ഇംഗ്ലണ്ട് തല താഴ്ത്തി മടങ്ങി. സെനഗലിന്റെ ചരിത്ര വിജയം 3-1. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കാൾസന് കിരീടം നേടാനായതാണ് ചെസ് ലോകത്തെ പ്രധാന സംഭവം. അവസാന റൗണ്ടിൽ ക്ലാസിക്കൽ ഗെയിമിൽ ഇന്ത്യയുടെ അർജുൻ എരി ഗെയ്സിനോട് സമനില പാലിക്കുകയും 1/2 പോയിന്റ് മാത്രം പിന്നിലുണ്ടായിരുന്ന ലോക ചാമ്പ്യൻ ഡി ഗുണേഷ് ഫാബിയാനോ കരുവാനയോട് തോൽക്കുകയും ചെയ്തതോടെയാണ് കാൾസൺ 16 പോയിന്റ് നേട്ടത്തോടെ നോർവേ കിരീടം ഉറപ്പിച്ചത്. 15.5 പോയിന്റോടെ ഫാബിയാനോ കരുവാന രണ്ടാമതും ഇന്ത്യയുടെ ലോക ചാമ്പ്യൻ ഗുകേഷ് മൂന്നാമതുമായി 14.5 പോയിന്റാണ് സമ്പാദ്യം. ഇന്ത്യൻ ക്രിക്കറ്റ് പീയൂഷ് ചൗള പോയ വാരം വിരമിച്ചു. 2007 പ്രഥമ 2020 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ് എന്നിവ നേടിയ ടീമുകളിൽ അംഗമായിരുന്നു. ഇന്ത്യയ്ക്കായി വിവിധ ഫോർമാറ്റുകളിൽ 43 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ലെഗ് സ്പിന്നറായ പീയൂഷ് ചൗള. IPLലെ എക്കാലത്തെയും വിക്കറ്റ് വേട്ടക്കാരിൽ 4ാം സ്ഥാനത്താണ് ഈ ഉത്തർപ്രദേശുകാരൻ. മൂന്ന് ദിവസത്തിനിടെ നീന്തലിലെ 2 ലോക റെക്കോർഡുകൾ കൈപ്പിടിയിലൊതുക്കി കാനഡയുടെ കൗമാരക്കാരൻ സമ്മ മക്കിൻറോഷ് താരമായി. 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 200 മീറ്റർ മെഡ്ലെ റിലേ എന്നിവയിലായിരുന്നു താരത്തിന്റെ റെക്കോർഡ് പെർഫോമൻസ്. ഹംഗറിയുടെ മുൻ ലോക ചാമ്പ്യൻ കാറ്റിൻകെ ഹോസു ഒരു പതിറ്റാണ്ട് മുമ്പ് സ്ഥാപിച്ച റെക്കോർഡാണ് ഇന്നലെ കനേഡിയൻ സ്വിമ്മിംഗ് ട്രയൽസ് മത്സരത്തിലൂടെ മക്കിൻറോഷ് തകർത്തത്. 3.54.18 ആയിരുന്നു സമയം. 200 മീറ്റർ മെഡ്ലെ റിലേയിൽ 2.05.07 സെക്കൻഡിലായിരുന്നു റെക്കോർഡ് ഫിനിഷിംഗ്. കഴിഞ്ഞ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ 3 വ്യക്തിഗത സ്വർണവും 1 വെള്ളിയും നേടിയാണ് മക്കിൻറോഷ് ശ്രദ്ധേയമാകുന്നത്. മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ക്ലബ് ലോകകപ്പിന് നാളെ മുതൽ തുടക്കമാകും. മെസ്സി, എംബാപ്പെ, ഹാളണ്ട്, വിനീഷ്യസ് അടക്കം ലോകകപ്പിനുണ്ടാകും. 2026 ലോകകപ്പ് ആതിഥേയ രാഷ്ട്രങ്ങളിലൊന്നായ US 11 നഗരങ്ങളിൽ 12 വേദികളിലായാണ് മത്സരങ്ങൾ.
നാളെ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിയും ഈജിപ്ത്യൻ ക്ലബ് അൽ അഹ്ലിയും ഏറ്റുമുട്ടും. 32 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ 12 എണ്ണം യൂറോപ്പിൽ നിന്നും ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് 4 ടീമുകൾ വീതവും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നായി 10 ടീമുകളും ആതിഥേയരായ യുഎസിൽ നിന്നും ഇന്റർ മിയാമിയും ഓഷ്യാന മേഖലയിൽ നിന്ന് ഒരു ക്ലബ്ബുമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആവേശ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. 47 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി ഓസ്ട്രേലിയ ആദ്യം മേൽക്കൈ നേടിയെങ്കിലും വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക. ഇനിയും കളി ബാക്കി നിൽക്കെ ഫലം എങ്ങോട്ടും മാറി മറിയാമെന്നതിനാൽ കായിക പ്രേമികൾ കാത്തിരിപ്പിലാണ്. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് പത്രപ്രവർത്തകനും സ്പോർട്സ് ലേഖകനുമായ ഷഹബാസ് വെള്ളില.